തൊടുന്നതിലൊക്കെ കൈപൊള്ളുന്ന ഒരു അവസ്ഥയിലാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ പറഞ്ഞ ദാമോദരമേനോൻ എന്ന വാക്കിൽ തുടങ്ങിയ ആരോപണങ്ങളും തർക്കങ്ങളും വിവാദങ്ങളും ഒന്നും ഇപ്പോഴും തീർന്നിട്ടുമില്ല. ഇപ്പോൾ ചമ്പക്കുളം മൂലം വള്ളംകളിക്ക് ഒരു കാരണവശാലും പ്രാദേശിക അവധി നൽകില്ലെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നടത്തിയ പരാമർശത്തിനെതിരെ കുട്ടനാട്ടിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. മുഖ്യമന്ത്രിയുടെ കോലവുമായി വള്ളം തുഴഞ്ഞുകൊണ്ടുള്ള പ്രതിഷേധ പ്രകടനമാണ് നടക്കുന്നത്. പരാമർശം പുറത്തുവന്നതോടെ ജലോത്സവ പ്രേമികളും വിവിധ സംഘടനകളും ഈ പ്രതിഷേധത്തിൽ പങ്കെടുത്തു. നിയമസഭയിൽ കുട്ടനാട് എം.എൽ.എ. റെജി ചെറിയാൻ ഉന്നയിച്ച സബ്മിഷന് മറുപടിയായാണ് മുഖ്യമന്ത്രി വിവാദ പരാമർശം നടത്തിയത്. ഔദ്യോഗിക മറുപടി നൽകിയ ശേഷം മൈക്ക് ഓഫാണെന്ന് കരുതി അടുത്തിരുന്ന മന്ത്രി കുഞ്ഞാലിക്കുട്ടിയോട് ഒരു കാരണവശാലും അവധി നൽകില്ലെന്ന് അദ്ദേഹം പറയുകയായിരുന്നു. ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെയാണ് കുട്ടനാട്ടുകാർക്കിടയിൽ വലിയ അമർഷമുണ്ടായത്. കുട്ടനാടിന്റെ അഭിമാനമായി കണക്കാക്കുന്ന ജലോത്സവത്തോട് സർക്കാർ കാണിക്കുന്ന ഈ അവഗണന വേദനിപ്പിക്കുന്നതാണെന്ന് സംഘാടക സമിതി അംഗങ്ങൾ പറയും. സർക്കാർ തങ്ങളുടെ നിലപാട് തിരുത്തുമെന്നും വള്ളംകളിയുടെ പാരമ്പര്യം മാനിച്ച് പ്രാദേശിക അവധി പ്രഖ്യാപിക്കുമെന്നുമാണ് സംഘാടകർ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത്. എന്നാൽ മുഖ്യമന്ത്രിയെ പിന്തുണച്ച് കുഞ്ഞാലിക്കുട്ടി രംഗത്ത് വന്നിരുന്നു. തനിക്കുള്ള ഒരു മറുപടിയാണ് മുഖ്യമന്ത്രി പറഞ്ഞത് എന്നാണ് കുഞ്ഞാലിക്കുട്ടി പറയുന്നത്. എന്നാൽ മന്ത്രിസഭയിലെ പ്രമുഖനായ കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ ഏത് ആവശ്യത്തോടാണ് ഇത്ര കടുപ്പിച്ച് മുഖ്യമന്ത്രി നോ പറഞ്ഞത് എന്ന് ആരും പറയുന്നുമില്ല. ഒരു സ്ഥലത്തെ പരിപാടിയുടെ ഭാഗമായി പ്രാദേശിക അനുമതി വേണമെന്ന് മാന്യമായി ആവശ്യപ്പെട്ടപ്പോൾ വളരെ സൗമ്യമായ രീതിയിൽ അത് ആലോചിച്ച് തീരുമാനിക്കാം എന്ന് പറയും. ഒരു സെക്കൻഡിനകം ഒരു കാരണവശാലും കൊടുക്കില്ല എന്ന് തന്റെ മനസ്സിലുള്ള കാര്യം പുറത്തു വരുന്നു. എന്തുമാത്രം കള്ളത്തരമാണ് ഇദ്ദേഹത്തിന്റെ ഉള്ളിലുള്ളത് എന്ന് നോക്കുക. ഈ പറഞ്ഞ പ്രാദേശിക അവധി കൊടുത്താലും ഇല്ലെങ്കിലും അതൊരു വിഷയമല്ല. മുഖ്യമന്ത്രിയുടെ ഈ ആറ്റിറ്റ്യൂഡാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇത് മൈക്ക് ഓണായതുകൊണ്ട് ആളുകൾ കേട്ടു. ഇതുപോലെ കേൾക്കാത്ത ഒട്ടേറെ കാര്യങ്ങളും ഉണ്ടായിരിക്കും. അതേപോലെ UDF മുന്നണിയിൽ ചർച്ചയില്ലാതെ വീര്യം കുറഞ്ഞ മദ്യത്തിൽ മുഖ്യമന്ത്രി നിലപാട് പ്രഖ്യാപിച്ചു. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി നിശ്ചയിച്ചുള്ള ബജറ്റ് പ്രഖ്യാപനത്തിൽ കോൺഗ്രസിനുള്ളിൽ തന്നെ കടുത്ത ഭിന്നതയാണുള്ളത്. മദ്യനികുതിയുടെ കാര്യം UDF തീരുമാനിക്കും എന്നാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയത്. പുതിയ KPCC പ്രസിഡന്റ് ഇല്ലാത്ത അവസ്ഥയിൽ അതും ബുദ്ധിമുട്ടാണ്. മറ്റൊന്ന്, തെരഞ്ഞെടുപ്പിന് മുന്നേ പ്രഖ്യാപിച്ച ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ്. ഇത് എന്നു മുതൽ നടപ്പാക്കുമെന്ന് പ്രതിപക്ഷ അംഗം നിയമസഭയിൽ ചോദിച്ചു. അക്കാര്യത്തിൽ വിശദമായി പഠനം നടത്തുമെന്നും റിപ്പോർട്ട് കിട്ടിയാൽ നടപ്പാക്കുന്ന തീയതി തീരുമാനിക്കുമെന്നും സതീശൻ നിയമസഭയെ അറിയിച്ചു. പെട്രോൾ ഡീസൽ വില വർധനയിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്ന ചോദ്യവും ഉണ്ടായി. പഠിച്ചിട്ട് തീരുമാനിക്കാം എന്നാണ് മറുപടി. ഇൻസ്റ്റന്റ് തീരുമാനം അദ്ദേഹം എടുത്തത് ഇൻസ്റ്റന്റ് മദ്യത്തിന്റെ കാര്യത്തിൽ മാത്രമാണ്. അതിന് മീറ്റിംഗും വേണ്ട, പഠനവും വേണ്ട. LDFO UDFO ഇതുവരെ എടുക്കാൻ ധൈര്യപ്പെടാതിരുന്ന ഒരു തീരുമാനമാണ് മദ്യവിഷയത്തിൽ വി.ഡി. സതീശൻ ഒറ്റക്കെടുത്തത്. മുഖ്യമന്ത്രിക്കൊപ്പം വൈദ്യുതി മന്ത്രിയും ഗതാഗത മന്ത്രിയും ഒക്കെ പല കോമഡികളും ഇറക്കി വിടുന്നുണ്ട്. എന്നാൽ ഉള്ള കാര്യം പറഞ്ഞാൽ UDF മന്ത്രിസഭയിൽ ഒരാൾ ചില ശക്തമായ തീരുമാനങ്ങളുമായി ജനപ്രീതി പിടിച്ചു പറ്റുന്നു. ധൈര്യമില്ല, തന്റെ ഇടമില്ല, നട്ടലില്ല എന്നൊക്കെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മത്സരം നടക്കുമ്പോൾ കോൺഗ്രസുകാർ തന്നെ കുറ്റപ്പെടുത്തിയ ഒരു നേതാവാണ് രമേശ് ചെന്നിത്തല. ഇപ്പോൾ ആഭ്യന്തരമന്ത്രിയായി മിന്നുന്ന പ്രകടനമാണ് അദ്ദേഹം നടത്തുന്നത്. ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോ ഹണ്ടിലൂടെ കൈയ്യടി നേടുകയാണ് രമേശ് ചെന്നിത്തല. നമ്മുടെ മക്കളാണ് അവരുടെ ലക്ഷ്യം. ലഹരി ഉൽപ്പന്നങ്ങൾ മിഠായി പാക്കറ്റിട്ട് അവർ വിൽക്കാൻ ശ്രമിക്കുന്നു. സാധാരണ മിഠായിയാണെന്ന് കരുതി സ്കൂൾ കുട്ടികൾ ഇത് ഉപയോഗിക്കട്ടെ എന്ന ക്രൂരമായ ചിന്തയോടെയാണ് മാഫിയ ഇത് തയ്യാറാക്കിയത്. ഈ ലഹരി മാഫിയോട് എനിക്ക് ഒന്നേ ചോദിക്കാനുള്ളൂ, നിങ്ങളുടെ സ്വന്തം മക്കൾക്ക് നിങ്ങൾ ഇതുപോലെ കൊടുക്കും. പിന്നെ എന്തിനാണ് മറ്റുള്ളവരുടെ മക്കളെ ഇങ്ങനെ കൊന്ന് തിന്നുന്നത്? പണമുണ്ടാക്കാൻ വേണ്ടി മാത്രം ഒരു തലമുറയാകെ ഇരുട്ടിലേക്ക് തള്ളിവിടുന്ന ഈ മാഫിയയുടെ വേരറുക്കുക തന്നെയാണ് ഈ തൂഫാൻ ദി നാർക്കോ ഹണ്ടിന്റെ ലക്ഷ്യം. അത് നമ്മൾ നടപ്പിലാക്കും. ഓപ്പറേഷൻ തൂഫാൻ പെട്ടെന്നൊന്നും അവസാനിക്കില്ല. ഈ പോരാട്ടത്തിൽ നമ്മൾ ഒന്നിച്ചു തന്നെ ഉണ്ടാകും. ഇതാണ് രമേശ് ചെന്നിത്തലയുടെ ഏറ്റവും പുതിയ സന്ദേശം.